അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ മാസത്തെ മേജർ റിലീസുകളെ പറ്റി സംസാരിക്കാനാണ്. തിയേറ്ററിൽ OTTയിലൊക്കെ ആയിട്ട് നമുക്ക് ഒരു ലോഡ് പടങ്ങൾ റിലീസുണ്ട് ഈ മാസം. കഴിഞ്ഞ മാസം നമ്മൾ ലിസ്റ്റ് ചെയ്തിരുന്ന പടങ്ങളിൽ റിലീസാവാതെ പോയ കുറച്ച് പടങ്ങൾ ഈ മാസത്തെ തള്ളി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഈ മാസം റിലീസുണ്ടാവും. കൂടാതെ കുറേ പുതിയ പടങ്ങൾ, ബ്രഹ്മാണ്ഡ പടങ്ങൾ, നമ്മൾ ഈ വർഷം ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന പടങ്ങളുടെ ലിസ്റ്റിലുള്ള 2 പടങ്ങളായിട്ടുള്ള ഒഡീസിയും സ്പൈഡർമാനും ഒക്കെ ഉണ്ട് ഈ മാസം. സോ അപ്പം നമ്മുടെ ലിസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ജൂലൈ 1-ാം തീയതി എനോല ഹോംസ് 3 എന്ന് പറഞ്ഞൊരു ഫിലിം നെറ്റ്ഫ്ലിക്സ് റിലീസാവുന്നുണ്ട്. ഇത് നമ്മുടെ മില്ലി ബോബി ബ്രൗൺ അഭിനയിക്കുന്ന എനോല ഹോംസ് എന്ന് പറഞ്ഞൊരു ഫിലിമിൻ്റെ 3rd പാർട്ടാണ്. ഇത് ഷെർലോക്ക് ഹോംസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ സഹോദരിയുടെ സ്റ്റോറി ആയിട്ടാണ്. ഇതിനു മുമ്പ് വന്ന 2 പാർട്ടും ഭേദപ്പെട്ട പടങ്ങളായിരുന്നു. സോ നല്ല വലിയ തെറ്റില്ലാത്ത റിവ്യൂസ് ഉണ്ടായിരുന്ന പടമായിരുന്നു. സോ ഈ 3rd പാർട്ട് 1-ാം തീയതി റിലീസാണ്, നെറ്റ്ഫ്ലിക്സിലാണ്. സോ ജൂലൈ 2-ാം തീയതി മിനിയൻസ് ആൻഡ് മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഫിലിം തിയേറ്റർ റിലീസാവുന്നുണ്ട്. സോ അന്നേ ദിവസം നെറ്റ്ഫ്ലിക്സിൽ സൂപ്പർ സുബു എന്ന് പറഞ്ഞൊരു സീരീസ് റിലീസാവുന്നുണ്ട്. ഇത് സുദീപ് കിഷൻ, മിഥില പൽക്കരൊക്കെ അഭിനയിക്കുന്ന ഒരു തെലുങ്ക് കോമഡി സീരീസാണ്. അതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോഴും നമുക്കൊരു ഫൺ പരിപാടിയാണെന്ന് തോന്നുന്നു. എന്താവുമെന്നറിയില്ല, നോക്കാം. സോ ഈ മാസം ഏറ്റവും കൂടുതൽ സിനിമ റിലീസാകാൻ പോകുന്ന ദിവസം ജൂലൈ 3-ാം തീയതിയാണെന്ന് തോന്നുന്നു. കാര്യം അന്നേ ദിവസം ഒരുപാട് പടങ്ങളുണ്ട്. സോ ജൂലൈ 3-ാം തീയതി ബോളിവുഡിൽ നിന്ന് ആൽഫ വരുന്നുണ്ട്. അലിയ ഭട്ട്, ഷെർവരിയൊക്കെ അഭിനയിക്കുന്ന YRFൻ്റെ സ്പൈ യൂണിവേഴ്സിലുള്ള ആൽഫ. നമ്മളിതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ എക്സ്പെക്റ്റേഷനൊന്നുമില്ല. എന്തായാലും ആവട്ടെ, വാർ 2വിനേക്കാൾ ഭേദപ്പെട്ടതാവട്ടെ എന്നത് മാത്രമാണ് നമ്മുടെ ആവശ്യം. അന്നേ ദിവസം ബോളിവുഡിൽ നിന്ന് മറ്റൊരു സിനിമ കൂടിയുണ്ട്. ഹുമാ ഖുറേഷിയുടെ ബേബി ഡു ഡൈ ഡു. ഇന്ത്യയിലെ ആദ്യത്തെ ഹിറ്റ് വുമൺ ഫിലിമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. സോ അതിൻ്റെയും ടീസറും ട്രെയിലറും നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പടം എന്താവുമെന്ന് കണ്ടറിയാം. ജൂലൈ 3-ാം തീയതി തമിഴിൽ നിന്ന് ഒരു റിലീസ് വരുന്നുണ്ട്, കാട്ടാ ഗുസ്തി 2. ഇത് വിഷ്ണു വിശാലും ഐശ്വര്യലക്ഷ്മിയൊക്കെ അഭിനയിച്ചിരിക്കുന്ന കാട്ടാ ഗുസ്തി എന്ന് പറഞ്ഞ സിനിമയുടെ 2nd പാർട്ടാണ്. വലിയ പ്രതീക്ഷകളോ വലിയ എക്സ്പെക്റ്റേഷൻസോ ഒന്നുമില്ല. സിനിമ ഫസ്റ്റ് പാർട്ടിനും കേരളത്തിലുള്ള റിസപ്ഷൻ അത്ര നല്ലതല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ വലിയ ഹിറ്റായിരുന്നു ഫസ്റ്റ് പാർട്ട്. സോ അപ്പോൾ അതിൻ്റെ 2nd പാർട്ടാണ് വരുന്നത്. താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ജൂലൈ 3-ാം തീയതി തെലുങ്കിൽ നിന്നൊരു പാൻ ഇന്ത്യ പടം വരുന്നുണ്ട്, നാഗബന്ധം. അതൊരു ആക്ഷൻ അഡ്വഞ്ചർ ഫാൻറ്റസി പടമാണെന്നാണ് നമുക്ക് ടീസറൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. സീസൺ ട്രെയിലറൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കും വലിയ എക്സ്പെക്റ്റേഷൻ. നമ്മൾ ട്രെയിലറിൽ കണ്ടപ്പോൾ പറഞ്ഞാണ് VFXൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാവും, ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ കുറച്ചധികം ഇഷ്യൂ കൂടുതലുണ്ടാവും തോന്നുന്നു. അന്നേ ദിവസം തെലുങ്കിൽ നിന്ന് മറ്റൊരു മേജർ റിലീസ് വരുന്നുണ്ട്. അത് റാവു ബഹദൂർ എന്ന് പറഞ്ഞ ഫിലിമാണ്. സത്യദേവ്, പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് ദീപ തോമസ് ഒക്കെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നൊരു പടമാണ്. അതിൻ്റെ ട്രെയിലർ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മളത് റിയാക്ട് ചെയ്തിട്ടില്ല. അത് ട്രെയിലറും ടീസറും കണ്ടിരുന്നു. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അത് തെലുങ്കിലാണ്, വേറെ ലാംഗ്വേജിൽ ഡബ്ബൊന്നും ഇല്ല ഇതുവരെ. സോ അത് തെലുങ്ക് റിലീസാണ്. ഇവിടെ റിലീസ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. വളരെ ലിമിറ്റഡ് റിലീസായിരിക്കും. പിന്നെ ജൂലൈ 3-ാം തീയതി മലയാളത്തിൽ നിന്നൊരു വെബ് സീരീസ് വരുന്നുണ്ട്, മുത്തശ്ശി. C5-ലാണ് ഇത് വരുന്നത്. ഇതൊരു ഫോക്ക് ഹൊറർ ടൈപ്പ് ഓഫ് സീരീസ് ആണെന്നാണ് തോന്നുന്നത്. നമ്മളിതിനെ ട്രെയിലർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഭയങ്കര ഹൈ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല. കാര്യം കുറഞ്ഞ ബജറ്റിലാണ് അത് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ അത് എന്താവും, അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെ ആവുമെന്ന്. കാരണം നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോഴേ നമുക്ക് ഈ ബജറ്റിൻ്റെ വളരെയധികം ബജറ്റ് കുറഞ്ഞ് എടുത്തിരിക്കുന്നൊരു ഫീല് ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ റിസപ്ഷൻ എങ്ങനെ ആവും എന്നൊരു പിടുത്തമില്ല. സോ ഏതായാലും അത് റിലീസ് ആവട്ടെ. ജൂലൈ 3-ാം തീയതി C5-ലൂടെ റിലീസാണ്. സോ മലയാളത്തിൽ നിന്നുള്ള അടുത്ത മേജർ റിലീസ് ജൂലൈ 9-ാം തീയതി ഐ നോബഡി. പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത് ഒക്കെ അഭിനയിക്കുന്ന ഒരു ഫിലിമാണ്. അതിൻ്റെ ട്രെയിലർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഭയങ്കര എക്സ്പെക്റ്റേഷൻ കൊണ്ടുള്ളൊരു സിനിമ കൂടിയാണ്. ഈ മാസത്തെ ഒരു മേജർ മലയാളത്തിൽ നിന്നുള്ള മേജർ റിലീസ് കൂടിയാണത്. അടുത്ത റിലീസ് ജൂലൈ 10-ാം തീയതിയാണ്. അന്നേ ദിവസം ഹോളിവുഡിൽ നിന്ന് മോവാന എന്ന് പറഞ്ഞ ആനിമേഷൻ ഫിലിമിൻ്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ വരുന്നുണ്ട്. റോക്കാണ് അതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. മൊവാനയുടെ ആനിമേഷൻ ഫിലിം കണ്ടവർക്ക് ഈ ലൈവ് ആക്ഷൻ പടം ഇറങ്ങുമ്പോൾ എങ്ങനെയാവും അവർ സ്വീകരിക്കാമെന്ന് അറിയില്ല. ഈവൻ ഇതിനു മുമ്പ് നമ്മുടെ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു ആനിമേഷൻ മൂവിയുടെയും ലൈവ് ആക്ഷൻ വന്നിരുന്നു. അതിന് ഭേദപ്പെട്ട ഒരു റിസപ്ഷനാണ് കിട്ടിയത്. പക്ഷേ ഇതിനെന്താണെന്ന് അറിയില്ല. പ്രത്യേകിച്ച് വലിയ ഹൈപ്പൊന്നുമില്ല. ഈ ഓൾറെഡി ഇൻ്റർനെറ്റിൽ ഇതിനെപ്പറ്റി കുറച്ച് ആൾക്കാർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുകയാണ്. ജൂലൈ 10-ാം തീയതി ഹോളിവുഡിൽ നിന്നും മറ്റൊരു പടം വരുന്നുണ്ട്, ഈവിൾ ഡെഡ് ബേൺ. ഇത് ആക്ച്വലി ഈവിൾ ഡെഡ് റൈസ് എന്ന് പറഞ്ഞ സിനിമയുടെ 2nd പാർട്ടാണ് ഈവിൾ ഡെഡ് ബേൺ. ഫസ്റ്റ് പാർട്ട് അടിപൊളിയായിരുന്നു. സോ ഇത് എന്താവും നോക്കാം. അതിൻ്റെ ട്രെയിലറൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അന്നേ ദിവസം ബോളിവുഡിൽ നിന്ന് ഒരു റിലീസുണ്ട്, ധമാൽ 4. നമ്മളിതിൻ്റെ ട്രെയിലർ റിയാക്ട് ചെയ്തിരുന്നു. ഇത് ട്രെയിലർ കാണുമ്പോഴറിയാം ഒരു ബ്രെയിൻ റോട്ട് പടമാണ്. പടങ്ങളെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വേണമെങ്കിൽ കണ്ടു നോക്കാവുന്നൊരു സംഭവമാണ്. നമ്മൾ ആ വഴിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ജൂലൈ 10-ാം തീയതി തെലുങ്കിൽ നിന്നൊരു ഫിലിം റിലീസാകുന്നുണ്ട്. അത് അഖിൽ അക്കിനേനി അഭിനയിക്കുന്ന ലെനിൻ എന്ന് പറഞ്ഞ സിനിമയാണ്.
ഇത് നമ്മൾ ജൂൺ റിലീസിൻ്റെ കൂട്ടത്തിൽ ലിസ്റ്റ് ചെയ്തിരുന്നതാണ്. അന്ന് റിലീസായില്ല. ഇപ്പോൾ ഒഫീഷ്യൽ റിലീസ് ജൂലൈ 10-ാം തീയതിയാണ്. സോ ജൂലൈ 10-ാം തീയതി തമിഴിൽ നിന്ന് ഒരു ഫിലിം വരുന്നുണ്ട്. അതിൻ്റെ പേര് ഇതേ മുരളി എന്നാണ്. അഥർവ, കയാഡുലോ ഓർ പ്രീതി മൂന്നിനൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ഇതിനകത്ത് തമൻ ഒരു റോൾ ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ടീസറൊക്കെ കണ്ട സമയത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. തമൻ അഭിനയിക്കുന്ന തമൻ ഓൾറെഡി പണ്ട് ബോയ്സിലൊക്കെ അഭിനയിച്ചാണ്. എന്നാൽ അതിനുശേഷം പിന്നെ പുള്ളി അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. പിന്നെ അതുകൊണ്ട് ഇതിൽ തമനെ ഈ ടീസറിലൊക്കെ കണ്ട സമയത്ത് കൊള്ളാം, പുള്ളി എന്താ പരിപാടി, അതെന്തായിരിക്കും അതെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. തമിഴിൽ നിന്നുള്ളൊരു മെയിൻ റിലീസാണ് ജൂലൈ 10-ാം തീയതി. സോ ജൂലൈ 10-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ ഒരു ഹിന്ദി ഫിലിം റിലീസാവുന്നുണ്ട്. ഇക്ക എന്നാണ് പേര്. സണ്ണി ഡിയോളും അക്ഷയ് ഖന്നയൊക്കെയാണ് മെയിൻ റോൾ ചെയ്യുന്നത്. അതൊരു കോർട്ട് റൂം ഡ്രാമയാണ് എന്നാണ് അതിൻ്റെ ട്രെയിലറെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല നമുക്ക്. പിന്നെ ഈ ലിസ്റ്റ് എടുത്ത കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മേജർ പടമാണ് ഈ അക്ഷയ് ഖന്നെ കാണുമ്പോൾ നമുക്ക് അക്ഷയ് ഖന്നെ ഈ പടത്തിൻ്റെ ട്രെയിലറിൽ കാണുമ്പോൾ കറക്റ്റ് ദുരന്തറിലെ ആ ക്യാരക്ടറുമായിട്ട് ഭയങ്കര റഹ്മാൻ ഡക്കേറ്റിൻ്റെ അതേ ലുക്കിൽ അതേ ഒരു മാനറിസമൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ ട്രെയിലറിൽ. അപ്പോൾ അത് ആ ട്രെയിലർ ഇറങ്ങിയപ്പോൾ മുതൽ പുള്ളിക്ക് അങ്ങനെ കുറച്ച് ഇൻ്റർനെറ്റിൽ കുറച്ച് ഇത് വരുന്നുണ്ടായിരുന്നു. ഇത് റഹ്മാൻ ഡക്കേറ്റ് തന്നെയല്ലേ ഈ റോൾ ചെയ്യാൻ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്ന പോലെ. സോ അടുത്ത മേജർ മലയാളത്തിനുള്ള റിലീസ് ജൂലൈ 16-ാം തീയതിയാണ്. അത് വരവ്, ഷാജി കൈലാസ്, ജോജു ജോർജ് കൂട്ടുകെട്ടിലെ ഏറ്റവും പുതിയ സിനിമയുള്ള വരവ്. ഇത് നമ്മൾ ജൂണിൽ ലിസ്റ്റ് ചെയ്യുന്ന പടമാണ്. അത് റിലീസായില്ല. ഇപ്പോഴാണ് ഒഫീഷ്യലി അതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത്. ജൂലൈ 16-ാം തീയതി റിലീസ് ഉണ്ടാവും. സോ ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി ജൂലൈ 17-ാം തീയതിയാണ് റിലീസാവുന്നത്. ഈ വർഷത്തെ മോസ്റ്റ് അവൈറ്റഡ് ഫിലിം ഓഫ് ദി ഇയർ ആണ്. മാറ്റ് ഡാമൺ, ആൻ ഹാത്വേ, റോബർട്ട് പാറ്റിൻസൺ, ടോം ഹോളണ്ട്, ഒറ്റയിലൂടെ ആൾക്കാർ പടത്തിലുണ്ട്. അത് വലിയ പടമാണ്. ഐമാക്സിൽ കാണാൻ സാധിക്കുന്നവർ ഐമാക്സിൽ കാണുക. ഇപ്പം നമുക്ക് ഐമാക്സിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഫസ്റ്റേ വർഷവും ഐമാക്സിൽ കാണാനുള്ള ടിക്കറ്റ് ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് പടം അടിപൊളിയാണെങ്കിൽ മാത്രം രണ്ടാമത്തെ കാഴ്ച നമ്മൾ ഐമാക്സിൽ പോയി കാണുന്നതായിരിക്കും. അന്നേ ദിവസം തമിഴിൽ നിന്ന് ഒരു പടമുണ്ട്, വിശാലിൻ്റെ മകുടം. ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് IMDbയിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 17-ാം തീയതി റിലീസായിട്ട്. പടം റിലീസാവോ ഇല്ലയോ എന്നുള്ള ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നില്ല. പക്ഷേ പടത്തിൻ്റെ പ്രൊമോഷണൽ മെറ്റീരിയലായിട്ടുള്ള ടീസറും ട്രെയിലറും സോങ്സൊക്കെ വന്നിട്ടുണ്ട്. സോ മേ ബി 17-ാം തീയതി റിലീസ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അടുത്ത റിലീസ് വരുന്നത് ജൂലൈ 23-ാം തീയതിയാണ്. അന്ന് GV പ്രകാശും കയർ ലോഹറും അഭിനയിക്കുന്ന ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞൊരു സിനിമ റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട്. അത് തയ്യാറെടുപ്പ് മാത്രമാണോ എന്നറിയില്ല. കാര്യം ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒന്നും നമ്മൾ കണ്ടില്ല. നമ്മളൊരു ടീസർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് എന്തോ ഒരു സോങ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ടീസറിൽ എന്തോ ഒരു ക്രീച്ചറിനെ ഇവർ കാണിക്കുന്നുണ്ട്. നമുക്കത് കണ്ടപ്പോൾ ഇതെന്താ പരിപാടി എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷേ ചെറിയ ബജറ്റ് പടമായിരിക്കാം, ഈ VFXൽ ഇത് കുറച്ച് പ്രശ്നമാവാം എന്നൊക്കെയുള്ളൊരു മുൻധാരണ നമുക്കുണ്ട്. പക്ഷേ അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ നമ്മൾ ലിസ്റ്റ് എടുത്തപ്പോൾ അതിൽ IMDbയിൽ കാണിക്കുന്നുണ്ട് ജൂലൈ 23-ാം തീയതി ഇമ്മോർട്ടൽ റിലീസ് ഉണ്ടെന്നാണ് പറയുന്നത്. വെയിറ്റ് ചെയ്യാം, ഉണ്ടെങ്കിൽ വരട്ടെ. സോ അടുത്ത മേജർ റിലീസ് ജൂലൈ 31-ാം തീയതി സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ഇതും വളരെയധികം എക്സ്പെക്റ്റേഷൻ ഉള്ള സിനിമ കൂടിയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു സ്പൈഡർമാൻ ഫ്രാഞ്ചൈസാണ് ഈ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ. സോ അതുകൊണ്ട് തന്നെ ഈ ബ്രാൻഡ് ന്യൂ ഡേ ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഡേ ഷോ കാണുന്നതായിരിക്കും. പിന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് മുമ്പ് റിലീസാകുന്ന പടമാണ്. സോ പോസ്റ്റ് ക്രെഡിറ്റ്സിലോ എന്തെങ്കിലും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലേക്കുള്ള എന്തെങ്കിലും ഒരു ലീഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അന്നേ ദിവസം തന്നെ സിഗ്മ എന്ന് പറഞ്ഞൊരു തമിഴ് ഫിലിം ഇറങ്ങുന്നുണ്ട്. ഇത് നമ്മുടെ വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. ഇതിൽ സുദീപ് കൃഷ്ണനൊക്കെയാണ് മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയും ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതും ഒഫീഷ്യലി ജൂലൈ 31 റിലീസ് ഉണ്ടോ എന്നറിയില്ല. നമ്മൾ ലിസ്റ്റ് എടുത്തപ്പോൾ കിട്ടിയതാണ്. ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ മാസത്തെ സിനിമകൾ. ഇത് കൂടാതെ ഒരുപാട് പടങ്ങളുണ്ടാവും, നമ്മൾ വിട്ടുപോയ സിനിമകളുണ്ടാവാം. ചിലപ്പോൾ OTTയിലൊക്കെ വേറെയും കുറേ അധികം സിനിമകൾ വരുന്നുണ്ടാവും. നമ്മൾ നോക്കിയപ്പോൾ കണ്ട കുറച്ച് പടങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇതിനകത്ത്. പിന്നെ അതും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാൻ ചാൻസുള്ള പടങ്ങൾ എന്നത് മാത്രമാണ് എടുത്തത്. ഇത് കൂടാതെ ഒരുപാട് സിനിമകൾ OTTയിൽ റിലീസാകുന്നുണ്ട്. തിയേറ്ററിൽ മലയാളത്തിൽ നിന്ന് മാത്രം വേറെ ഒരുപാട് പടങ്ങൾ റിലീസാകുന്നുണ്ട്. ഇതൊന്നും നമ്മൾ എടുക്കാതിരുന്നത് നമുക്ക് കാണാൻ ചാൻസുള്ള സിനിമകൾ ആണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ പോലും ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പടത്തിൽ എല്ലാ പടമൊന്നും കാണാൻ ചാൻസ് ഉണ്ടാകത്തില്ല. എന്നാലും മാക്സിമം പടങ്ങളിൽ ലിസ്റ്റ് കണ്ട സ്ഥിതിക്ക് മാക്സിമം പടങ്ങൾ കാണാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം ഒരുപാട് നല്ല പടങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ പടങ്ങൾ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ പടങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.